ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ചിന്മയി. ഇന്ന് നമ്മൾ ചിക്കൻ മസാല ടിക്ക ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ 400 ഗ്രാമിൻ്റെ ബോൺലെസ് ചിക്കനിൽ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു 15 മിനിറ്റ്സ് നേരത്തേക്ക് വെച്ചാൽ മതി. പിന്നെ അതിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ തൈരിടാം. പിന്നെ 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ടിട്ട് ഒരു 30 മിനിറ്റ് നേരത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മുപ്പത് മിനിറ്റിന് ശേഷം നമ്മൾ വേറെ ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇടാം. പാൻ നല്ല ചൂടായതിനു ശേഷം ആണ് ഇടേണ്ടത്. അതിൽ എല്ലാ പീസും ഓരോന്നോരോന്നായിട്ട് ഇടണേ. അതിനുശേഷം നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരത്തേക്ക് ഓരോ സൈഡും കുക്ക് ചെയ്തെടുക്കുക. ആ പീസ് കുക്കായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ സ്പൂൺ കൊണ്ട് ആ പീസിനെ ചെറുങ്ങനെ കട്ട് ചെയ്ത് നോക്കിയാൽ നല്ല ഈസി ആയിട്ട് കട്ടാവുന്നുണ്ടെങ്കിൽ അത് നല്ലോണം കുക്കായിട്ടുണ്ടെന്ന് അർത്ഥം. സോ ടോട്ടൽ ഒരു 10-12 മിനിറ്റ് എടുക്കും ടോട്ടലായിട്ട് കുക്കാവണമെങ്കിൽ. എല്ലാ പീസിനെയും വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഒരു പാനിൽ ചൂടായതിനു ശേഷം 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. അത് ചൂടായതിനു ശേഷം അതിൽ 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. പിന്നെ 2 ഉള്ളി ചെറുതായി അരിഞ്ഞതിന് ശേഷം അതിൽ ചേർക്കാം. അത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇളക്കുക. പിന്നെ അതിൽ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇതിൽ 2 ടൊമാറ്റോന് മിക്സിയിൽ അരച്ച പേസ്റ്റ് പറഞ്ഞാൽ ടൊമാറ്റോ പ്യൂരി നമുക്ക് ചേർക്കാം. നല്ല മിക്സ് ചെയ്യുക. അതിൽ 1 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ജീര പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കുക. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ്. കശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്താൽ നല്ല റെഡ് കളർ കിട്ടും. ഞാൻ കശ്മീരി അല്ല ആഡ് ചെയ്തത്. എണ്ണ സെപ്പറേറ്റ് ആവുന്നത് വരെ കുക്കാവട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്യുക. അത് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അത് തളിച്ചതിന് ശേഷം നമ്മൾ സൈഡിൽ വെച്ച ചിക്കൻ പീസസ് അതിൽ ആഡ് ചെയ്യാം. 5 മിനിറ്റ് അതിനെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അവസാനം നമ്മൾ കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. അവസാനം വേണമെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീമും ആഡ് ചെയ്യാം. ഞാൻ ചെയ്തിട്ടില്ല, എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. സോ
നമ്മളുടെ ചിക്കൻ ടിക്ക മസാല റെഡിയാണ്. ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂട്ടത്തിലോ ചോറിൻ്റെ കൂട്ടത്തിലോ കഴിക്കാം. എന്താ വെച്ചാൽ നല്ല ഗ്രേവിയും ഉണ്ട്, നല്ല റിച്ച് ആയിട്ടുള്ള ഫ്ലേവറാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.